ഇവിടെ തമിഴ്നാട്ടിന് കൊണ്ടുപോയി അല്ലേ? ആള് വേറെയും പോയി. അങ്ങനെയൊക്കെ പോകുമ്പോ ആ സമയത്ത് ആനയ്ക്ക് ഭയങ്കര കുഞ്ഞായിരുന്നപ്പോ അതിന് ബുദ്ധിമുട്ടുണ്ടാവുമായിരുന്നോ? ഇവിടെ വന്നിട്ട് എവിടെയൊക്കെയാ നമ്മുടെ ഏരിയയിൽ പരിപാടി എടുത്തത്? ഇത്രയും പ്രശസ്തനായിട്ടുള്ള ഒരു ചട്ടക്കാരനാണ് ബിജുചേട്ടനാണെന്നുള്ളത് ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. ഹലോ ഫ്രണ്ട്സ്, T4 ട്രിപ്പിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും റീൽസ് കണ്ടിട്ടുണ്ടാവും, എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം. നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് മാവേലിക്കര കുട്ടികൃഷ്ണൻ്റെയും ബേബിച്ചേട്ടൻ്റെയും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കുറേ കമൻസ് വന്നിരുന്നു, അങ്ങനെ സീനിയർ ചട്ടക്കാരെ പരിചയപ്പെടുത്തണം, അവരിൽ നിന്നാണ് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതെന്നൊക്കെ പറഞ്ഞ് കമൻസ് വന്നിരുന്നു. അതിൻ്റെ തുടർച്ച എന്നോണം കോട്ടയം ജില്ലയിലെ അല്ലെ കേരളത്തിലെ തന്നെ സീനിയർ ആയിട്ടുള്ളൊരു ആനക്കാരൻ, പേരിലാണ് സീനിയർ, പ്രായത്തിൽ സീനിയർ അല്ല, കാരണം ചെറുപ്പത്തിലെ ആനപ്പണിയിലേക്ക് വന്നൊരു ആനക്കാരൻ, അതുപോലെ തന്നെ ഒരു നാടിൻ്റെ കുഞ്ഞനായിട്ടുള്ളൊരു ആന, അല്ലെങ്കിൽ പല പേരിൽ അറിയപ്പെടും, മാറാടി എക്സ്പ്രസ് എന്നൊക്കെ ആൾക്കാർ പറയുന്ന ഒരു ആന. നല്ല അടിപൊളി തീപ്പൊരി ആന കൂട്ടുകെട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. റീൽസ് എല്ലാം കണ്ടതായിരിക്കും എല്ലാവരും. അപ്പോൾ അതോടൊപ്പം തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നമ്മുടെ വീഡിയോ നമ്മൾ ഒരിക്കലും അങ്ങനെ പറയാറില്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഡിസ്ലൈക്ക് അടിച്ചോളുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും മെച്ചപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അത് പറയുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ അയ്യപ്പൻ ഇവിടെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ എനിക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. സാധാരണ ആന വീഡിയോ ഒക്കെ എടുക്കുമ്പം കുറച്ച് ദൂരത്തൊക്കെ പോയാണ് ഞാൻ ആന വീഡിയോ എടുക്കുന്നത്. എൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് ഒരു 5-10 മിനിറ്റിനുള്ളിൽ അയ്യപ്പൻ വന്നു എന്ന് ഞാൻ അറിഞ്ഞു. നീരുകാലത്ത് വന്നു എന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അയ്യപ്പൻ്റെ വീഡിയോ എടുക്കണം എന്നുള്ളത്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. എറണാകുളത്ത് വെച്ച് പലപ്പോഴും പല പരിപാടിക്ക് ഉണ്ടെന്ന് അറിഞ്ഞെങ്കിൽ എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ നാട്ടിലേക്ക് ഞാൻ വന്നതിന് ശേഷം അതിന് പുറകെ അയ്യപ്പനും ഈ നാട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അത് അങ്ങനെ ഒരു നമുക്ക് ഡ്രീം കം ട്രൂ മൊമെൻ്റ് എന്ന് പറഞ്ഞ പോലെ, ഒരു ഫാൻ ഗേൾ മൊമെൻ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ അത്ര ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അയ്യപ്പൻ്റെ. അപ്പം അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അയ്യപ്പൻ്റെ ചട്ടക്കാരൻ, ഇത്രയും പ്രശസ്തനായിട്ടുള്ളൊരു ചട്ടക്കാരനാണ് ബിജുചേട്ടനാണെന്നുള്ളത് ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. അപ്പം ചെറുവള്ളി കുസുമം എന്നുള്ള ആനയിൽ നിന്ന് തുടങ്ങിയതാണ് നമ്മുടെ ആന വീഡിയോ. അവിടെ നിന്ന് ഒട്ടനവധി അധികം ആളുകൾ അറിയാത്ത, അല്ലെ ഒരു ഏരിയയിൽ മാത്രം ഒതുങ്ങിക്കൂടിയ ആനകളെ ആണ് നമ്മൾ കൂടുതലും നമ്മുടെ ചാനലിൽ കൂടെ കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ ഫലം എന്നോണം ഇന്നും പല ആനകൾ എടുത്ത ആന ഉടമസ്ഥരാണെങ്കിലും ആനയുടെ പാട്ടക്കാരാണെങ്കിലും ചട്ടക്കാരാണെന്നുണ്ടെങ്കിലും നമ്മളുടെ ഒരു വീഡിയോ എടുത്തതുകൊണ്ട് അവരുടെ ആനയ്ക്ക് ഒത്തിരി പ്രയോജനം വന്നു എന്ന് പറഞ്ഞു. ഇപ്പം ഞാനിത് പറയുമ്പോൾ പോലും ഒരാളുടെ കോള് വന്നിട്ടാണ് ഞാനിത് പറയുന്നത്. അത്രയും സന്തോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അയ്യപ്പൻ എന്ന് പറഞ്ഞ ആന ഒരു ഏരിയയിൽ മാത്രം ഒതുങ്ങുന്ന ആനയല്ല, പലർക്കും അറിയാവുന്ന ആനയാണ്, ചട്ടക്കാരനാണെന്നുണ്ടെങ്കിലും. എങ്കിലും നമ്മുടെ വീഡിയോ കണ്ട് ആർക്കെങ്കിലും അല്ലെ ആനയ്ക്കോ അവർക്കൊരു പ്രയോജനം ഉണ്ടാകട്ടെ എന്നുകൂടെ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് പറഞ്ഞ പോലെ നിങ്ങളുടെ സജഷൻസ് ഒക്കെ നിങ്ങൾ അറിയിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആളത് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ബിജുചേട്ടൻ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എത്ര നാളായി ആനയിൽ കയറിയിട്ട്, അയ്യപ്പനിൽ വന്നിട്ട്? 5 മാസമേ ആയുള്ളൂ അല്ലേ? നീരിന് മുന്നേ കയറിയതാണെന്ന് തോന്നുന്നു അല്ലേ? അതെ അല്ലേ? ഇതിന് മുന്നേ അയ്യപ്പനിൽ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ചേട്ടൻ ചെറുപ്പകാലത്ത് മുതൽ ആനപ്പണി തുടങ്ങിയ ആളാണല്ലോ, 16 വയസ്സിൽ. അപ്പൊ ആ ഒരു കാലത്ത് തുടങ്ങിയ ഒരാളെന്നുള്ള രീതിയിൽ ഈ അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും പലപ്പോഴും ഇച്ചിരി വഴക്കുള്ള ആനയാണ്, അല്ലെ ഇത്തിരി കുറുമ്പുള്ള ആനയാണെന്ന്. അങ്ങനെ ആന കയറിയപ്പോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ ഈ 5 മാസത്തിനുള്ളിൽ? അങ്ങനൊന്നുമില്ല. നിങ്ങളോട് എങ്ങനെയാണ് പുതിയൊരു ചട്ടക്കാരൻ എന്നുള്ള രീതിയിൽ? പുതിയൊരു ചട്ടക്കാരൻ എന്നുള്ള രീതിയിൽ കാണിച്ചിട്ട് വലിയ കുഴപ്പമൊന്നും കാണിക്കില്ല. പരിപാടികൾ ഇപ്പൊ എത്രയെണ്ണം എടുത്ത് കാണുമായിരിക്കും? പരിപാടികൾ 9 എണ്ണമായി നിലവിൽ. അയച്ചിട്ട് ഇപ്പൊ 1 മാസമായോ? ഇല്ലല്ലോ. ഇല്ല, 22 ദിവസമായിരുന്നു ഉള്ളൂ. അപ്പൊ ഇതിന് 9 പരിപാടി എടുത്തു. ലാലത്തമ്പലത്തിൽ കുറെ ദിവസം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? 7 ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പുതിയ ചട്ടക്കാരനോടുള്ള എന്തെങ്കിലും അയ്യപ്പന് പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും കാണിച്ചോ? ഒന്നുമില്ല. ഇല്ലായിരുന്നു. ചേട്ടൻ വഴക്കാളി ആനകളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആനകളെ കൂടുതൽ കയറുന്ന ആളാണല്ലോ. അങ്ങനെ ഒരു അതുകൊണ്ടാണോ അല്ലെ അയ്യപ്പൻ കുറുമ്പുള്ളതുകൊണ്ടാണോ അയ്യപ്പനിലേക്ക് കയറിയത്? അങ്ങനെയല്ല. പിന്നെ ഇവിടെ ആദ്യം നിന്ന് കാഞ്ഞിരക്കാട് ചേർന്ന അതിനെ വിറ്റ് കഴിഞ്ഞപ്പോ നമുക്ക് ഇവിടെ വന്നു ഈ ആന. അങ്ങനെ വന്നപ്പോ അയ്യപ്പനിൽ കയറിയതാണ്. അപ്പൊ ഇങ്ങനെ പുതിയതായിട്ടൊരു ആനയെ കയറുമ്പോ ഇപ്പൊ നേരത്തെ ചട്ടക്കാർ അല്ലെങ്കിൽ ആരെങ്കിലും ഈ ആനയുടെ സ്വഭാവം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു തരാറുണ്ടോ? പറയും. ആണോ? അത് നിങ്ങൾ അന്വേഷിക്കുവോ ഈ ആന എങ്ങനെയുണ്ട് പുതിയതായിട്ടൊരു ആന കയറുമ്പോ? അതിന്റെ ഉടമസ്ഥൻ പറയും കുറെ കാര്യങ്ങൾ, പിന്നെ ആന പറഞ്ഞ് മനസ്സിലാക്കി തരും. ആന പറഞ്ഞ് മനസ്സിലാക്കി തരും. അതെങ്ങനെയാണ്? ആന ചെയ്യുന്ന ഓരോ പ്രവർത്തികൾ നമ്മൾ മനസ്സിലാക്കും. നമ്മൾ മനസ്സിലാക്കണം അല്ലെ, ഇന്ന കാര്യങ്ങൾ ആനയ്ക്ക് ഇഷ്ടമല്ല അല്ലേ, ഇന്ന രീതിയിൽ പറഞ്ഞാൽ ആനയ്ക്ക് ദേഷ്യം വരും, അങ്ങനെയൊക്കെ അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റും. അതെനിക്ക് തോന്നുന്നു. ചേട്ടന്റെ ആശാൻ ആരായിരുന്നു? എന്റെ ആശാൻ കിടങ്ങൂരുകാരൻ മാസുമ്മ എന്ന് പറഞ്ഞ ഒരാളാണ് അന്നത്തെ കാലത്ത്. ഏതാനയിലാണ് ആനപ്പണി തുടങ്ങിയത്? വിജയലക്ഷ്മി എന്ന് പറഞ്ഞൊരു പിടിയാനയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഒത്തിരി പിടിയാനകളിലാണോ അതോ കൊമ്പനാനകളാണോ കൂടുതലും? കൊമ്പനാന കൈകാര്യം ചെയ്തിരിക്കുന്നത് അല്ലേ? കയറിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആന എന്ന് തോന്നുന്ന ആന ഏതാ?
അങ്ങനെയാണെങ്കിൽ എല്ലാ ആനയും ഒരുപോലെയാണ്. ഒരുപോലെ അല്ല ഏതെങ്കിലും ഒരു ആന പ്രത്യേകതയായിട്ട് അല്ലെങ്കിൽ എപ്പോഴും ഓർക്കുന്ന ഒരു ആന അങ്ങനെയുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. എല്ലാ ആനകളും ഒരുപോലെ തന്നെയാണ്. ഒരുപോലെ തന്നെ. അങ്ങനെ കയറിയ ആനകളെ പിന്നെ പരിപാടി എടുക്കുമ്പോഴെങ്ങാനും വേറെ ആനയെ കണ്ടിട്ടുണ്ടോ? നമ്മൾ കയറിയ ആന പിന്നെ കണ്ടിട്ടുണ്ടോ? കയറിയ ആന ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ആണോ? അപ്പൊ അവര് തിരിച്ചറിയോ? അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നമ്മള് കയറിയ ഒരു ആനയുടെ അടുത്തോട്ട് നമ്മൾ പോകുമല്ലോ, പിന്നെ പോകത്തില്ല. അവരെ അടുത്തോട്ടേ ഇനി അഥവാ അവര് കണ്ടെങ്കിലോ, നമ്മളെ കണ്ടെങ്കിൽ തിരിച്ചറിയുമോ? തിരിച്ചറിയണമെങ്കിലേ നമ്മൾ തിരിച്ചറിയാണ്ടെങ്കിലും മറ്റേ ആളിനെ ചിലപ്പം ആന വകുക്കുവല്ല. ഈ ആനയാണേലും വർഷങ്ങൾ കയറിയ ഒരാളിനെ കാണുമ്പോഴേ നമ്മളെ എത്ര വകുപ്പ് വരണമെന്നുണ്ട്. പിന്നെ പരിചയം അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇനി ബൈ ചാൻസിൽ അതിന്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോ കണ്ടെങ്കിലോ ആന അങ്ങനെയൊന്നും മനസ്സിലാക്കത്തില്ല. ആന വിളിച്ചാലേ മനസ്സിലാവുള്ളൂ. വിളിച്ചൊത്ത് കുറച്ചാനും പരിചയപ്പെട്ടാൽ മാത്രമേ. അല്ലാതെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും അറിയത്തില്ല അല്ലേ? ഞാൻ ചോദിക്കാൻ കാര്യം, ഇപ്പൊ പല ഉടമസ്ഥന്മാരും വരുന്നതൊക്കെ ആന ദൂരെ നിന്നൊക്കെ കാണുമ്പോ അറിയും എന്നൊക്കെ പറയില്ലേ? വിളിക്കുമ്പോഴാണോ അറിയുന്നത് കൂടുതൽ? അതെ അല്ലേ? അത് വെറുതെ പറയുന്നാവും അല്ലേ? അപ്പൊ അയ്യപ്പൻ വന്നപ്പോ ശരിക്കും എല്ലാരും പലർക്കും സംശയമുള്ള ഒരു കാര്യമാണ്, അയ്യപ്പന്റെ കാല് പണ്ട് പുലി പിടിച്ചതാണ്. അങ്ങനെ എന്തെങ്കിലും ആണോ? അറിയാമോ ചേട്ടന്? എന്തെങ്കിലും കഥ കേട്ടിട്ടുണ്ടോ? അറിയത്തില്ല. പുലി പിടിച്ചെന്ന് പറയുന്നു, ജന്മനാളുള്ളതാന്ന് പറയുന്നു. ആസാമിന്ന് വന്ന ആനയല്ലേ? പക്ഷെ നാടൻ ആനയുടെ ഒരു ചന്തമുള്ള ഒരു ആനയല്ലേ അയ്യപ്പൻ, അല്ലേ? ശരിക്കും പറഞ്ഞാൽ നാടൻ ആനയാണെന്നാണ് പലരും അയ്യപ്പനെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്, അല്ലേ? എനിക്ക് തോന്നുന്നു ആസാം ആനകളും നമ്മുടെ ആനകളും ഏകദേശം ഒരുപോലെയാണോ? ആസാം ആനകളും കേരളത്തിലെ ആനകളും ഏകദേശം ഒരുപോലെയാണോ? ഉണ്ടോ? അതെങ്ങനെയാ നമുക്ക് തിരിച്ചറിയാൻ എന്തെങ്കിലും പറ്റുമോ? ആണോ? ചെവി, തല, കാല, കൈയൊക്കെ കാണുമ്പോൾ കൈ നീളം, അങ്ങനെ വ്യത്യാസം വരും അല്ലേ? അപ്പൊ ഈ ആനയൊക്കെ ചെറുപ്പത്തിലേ ഇവിടെ കേരളത്തിൽ കൊണ്ടുവന്നല്ലേ? കൊല്ലം ഭാഗത്ത് എന്തോ അല്ലായിരുന്നു ഉണ്ടായിരുന്നത്? 2 വയസ്സിൽ പുതുപ്പള്ളി കൊണ്ടുവന്ന. അതെ. അവിടെ നിന്നാണോ പിന്നെ കൊല്ലത്തിന് പോയത്? ഇത് കുഞ്ഞും തള്ളങ്ങൾ വന്ന ആനയോ? അതെ. അപ്പൊ ഇതിന്റെ അമ്മയോ? ഇതിന്റെ അമ്മ എവിടെയാണോ വിറ്റോ? കൊണ്ട കൊടുത്ത കൊല്ലത്ത്. എവിടെയായിരുന്നു? തമിഴ്നാട്ടിലാണോ? അപ്പൊ ഇപ്പോഴും ഉണ്ടാവുമായിരിക്കുമല്ലോ. ആണല്ലേ? ആണോ? ഓ ശരി ശരി. അങ്ങനെ അമ്മയും കുഞ്ഞും കൂടെ വന്നതാണ് ആസാമിന്ന് അല്ലേ? പുതുപ്പള്ളിയില്. ഓ ശരി ശരി. ആഹാ. ഏകദേശം എത്ര വയസ്സുണ്ടാവും അയ്യപ്പന് പ്രായം? 32 വയസ്സായിപ്പോ. അതെ അല്ലേ? ഓ അപ്പൊ എന്നെക്കാട്ടിൽ 2 വയസ്സ് ഇളയതാണ്. 32 വയസ്സുണ്ടല്ലേ ആൾക്ക്? അപ്പൊ ആ ആനയുടെ ഒരു കുറുമ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് കാണിക്കുന്ന ഒരു പ്രായം എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര വയസ്സൊക്കെ ആയിരിക്കും? കുറുമ്പെന്ന് പറയുന്നത് ഒരു 40-45 വയസ്സ് വരെ. ആണോ? അത്രയും പ്രായം വരെ കുറുമ്പുണ്ടാവും? അതൊക്കെ കഴിയുമ്പോഴാണോ കുറച്ചൊരു മര്യാദയാവുന്നത്? എന്ന് വെച്ചാൽ എല്ലാ ആനയും കുറുമ്പ് കാണിക്കുന്നില്ല, ചില ആനകൾ കുറുമ്പ് കാണിക്കും. ഇപ്പൊ പലരും പറയും, ഇപ്പൊ ആനയുടെ അയ്യപ്പന്റെ ആണെങ്കിൽ തലയിൽ മുടിയൊക്കെ ഉണ്ട്, ഇതൊക്കെ കുറച്ച് കഴിയുമ്പോ പൊഴിഞ്ഞു പോകും അതോ? ഇല്ല, അത് നമ്മള് കല്ലിനും ചകിരിക്കൊക്കെ കഴുകി മുറിഞ്ഞു പോകുന്ന ആണല്ലേ? അല്ലാതെ ഈ കുഞ്ഞാനകൾക്ക് മാത്രമല്ല മുടിയുള്ളത് അല്ലേ? ചില ആനകൾക്ക് അങ്ങനെ മുടി കാണാറില്ലല്ലോ. കുളിപ്പിച്ച് മുറിഞ്ഞു പോകുന്ന ആണല്ലേ? കുളിപ്പിച്ച് കൂടുതൽ ഒരച്ചൊക്കെ കഴിയും അല്ലേ? ഓ ശരി ശരി. അത് നമ്മുടെ കേരളത്തിലെ ആനകൾക്കും എല്ലാം ഇതുപോലെ തന്നെയാ അല്ലേ? അപ്പൊ ഈ പിടിയാനകൾക്ക് ചിലതിന് മുടി അവരെങ്ങനെയാ അതങ്ങനെ വളർന്ന് നിൽക്കുന്ന കാണുന്നത്? ഈ തമിഴ്നാട്ടിലെ ആനകൾക്കൊക്കെ കാണുന്നത് മുടിയുണ്ടോ? അങ്ങനെ പിടിയാനക്ക് മുടി വളരുന്നതാണോ? അങ്ങനെ ഉണ്ടല്ലേ? എനിക്ക് അറിഞ്ഞുകൂടാ, അതാ ഞാൻ ചോദിച്ചത്. അതാണോ ഇപ്പൊ കുറച്ചിങ്ങനെ മുടിയൊക്കെ ഇതായിട്ട് കെട്ടിയൊക്കെ മറ്റേ ബോബ് കട്ട്, സംഗമലം ഒക്കെ പോലുള്ള ആനകള്? ഓ ശരി ശരി. അതാണ് ബ്രഷ് വെച്ച് കഴുകുന്നത് അല്ലേ? എനിക്ക് അയ്യപ്പന്റെ സ്ഥലം മാറാടി എന്ന് പറഞ്ഞ കൂത്താട്ടുകുളോ? മൂവാറ്റുപുഴ. അവിടെ വീട്ടിലെയാണോ അതോ അമ്പലം അങ്ങനെ എന്തെങ്കിലും? വീടിനെയാ? സ്കറിയാന്ന് പറഞ്ഞ ചേട്ടൻ അല്ലേ? അതാണ് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. തോട്ടാമറ്റത്തിൽ കറിയാച്ചൻ. അപ്പൊ ആള് ചെറുപ്പത്തിൽ ഒത്തിരി നാളായി വാങ്ങിയിട്ടതോ? മേടിച്ചിട്ട് 18 വർഷം കൊണ്ടാണ്. അത്രേ ആയതാ അല്ലേ? അവരോടൊക്കെ എങ്ങനെയാണ് ആന? അവര് വീട്ടിലെ പിള്ളേരെ പോലെ അതെ കൊണ്ടു കിടക്കുന്നത്. അവിടെയൊക്കെയാണ് കൂടുതലും പരിപാടി. ആൾക്ക് എവിടെയാ കൂടുതലും എടുക്കാറുള്ളത്? എറണാകുളം, തൃശ്ശൂര്, എല്ലായിടത്തും പോകും. എറണാകുളത്ത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പണ്ട് ന്യൂസ് നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ന്യൂസിലൊക്കെ കാണാറുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോ ഇവിടെ വന്നിട്ട് എവിടെയൊക്കെയാ നമ്മുടെ ഏരിയയിൽ പരിപാടി എടുത്തത്? നമ്മുടെ ഏരിയയിൽ ആമ്പല്ലൂര്, തലയോലപ്പറമ്പ്, തുറവൂര്, പാല, അങ്ങനെയാണ് പരിപാടി എടുക്കുന്നത് അല്ലേ? എഴുന്നള്ളിപ്പ് ചിട്ടയൊക്കെ എങ്ങനെയാ ആൾക്ക്? എഴുന്നള്ളിപ്പൊക്കെ ഒന്നും പറഞ്ഞു കൊടുക്കണ്ട, തന്നെ കയറി ആണ്. കുത്തുവിളക്കിന്റെ പുറകെ പോകുന്ന ആളാണ്. അതെ. തടിപ്പണി ചെയ്തിരുന്ന ആളാണോ അതോ? തടിപ്പണി ഇപ്പോഴും ചെയ്യും. ചെയ്യുന്ന ആളല്ലേ? അതൊക്കെ എങ്ങനെയാ അറിയാമോ? ആൾക്കറിയാം. അതെങ്ങനെയാ കാലിലുള്ള പണി അറിയാവുന്ന അങ്ങനെയാണോ? എല്ലാം അറിയാം അല്ലേ? ശരിക്കും പറഞ്ഞാൽ എല്ലാരും പലപ്പോഴും ഇന്ന് ചട്ടക്കാർക്ക് കാൽപ്പണി ചെയ്യാതെ വാഗൊണ്ടാണ് പണി എടുപ്പിക്കുന്നത് അറിയാം. അപ്പൊ ഈ കാലിലുള്ള പണി ആനയ്ക്ക് എങ്ങനെയാ? അത് ചെറുപ്പത്തിൽ ഇങ്ങനെ വരുന്ന ആനകൾ എങ്ങനെയാ? ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിക്കും. നമ്മൾ ശബ്ദം ഉണ്ടാകാതെ തന്നെ ചെയ്യാൻ പഠിപ്പിക്കും. അപ്പൊ അത് ചെറുപ്പത്തിൽ കൊണ്ടുവരുമ്പോ തന്നെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ പല ആനകൾക്കും ആ പണി അറിയില്ലല്ലോ.
അത് ചട്ടക്കാർക്ക് അറിയാത്തതുകൊണ്ടാണോ? പണിയില്ല ഇപ്പം. പണി കുറവാണ്. അതെങ്ങനെയാണ് പണിയെന്ന് പറഞ്ഞാൽ 18 കാലം അങ്ങനെ എന്തോ ഇല്ലേ? എത്രയാണ്? അതിനെപ്പറ്റി എനിക്ക് വലിയ വശമില്ല. ചേട്ടൻ പണി എടുപ്പിക്കുന്ന ആളായിരുന്നോ? ആനപ്പണി എടുപ്പിച്ചിട്ടുണ്ടോ? പക്ഷെ ഇത് ഇങ്ങനെ അറിയില്ലാത്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ആശാന്മാര് പഠിപ്പിച്ചിട്ടില്ലേ? അതോ ആനയുടെ മുകളിൽ കയറുന്നതിന്റെ മൊത്തം കാലും കയ്യും എല്ലാം പഠിപ്പിക്കണം ഇതിനെ. അങ്ങനെ പഠിപ്പിച്ച് വന്നാലേ ആന പഠിക്കുള്ളൂ. അപ്പൊ നിങ്ങളൊക്കെ ഓൾറെഡി പഠിച്ചു വന്ന ആനയിലാണ്? കാല് പഠിപ്പിക്കുമ്പോൾ ചുവട്ടിലൊരാൾ കൂടി എന്ന് പറഞ്ഞും ഇങ്ങനെ ആന മനസ്സിലാക്കും. പിന്നെ കാലിൽ തന്നെ പണിയാൻ തുടങ്ങും. കയറിറങ്ങുമ്പോൾ ആണ് പണിയും. ഓ ശരി ശരി. പിന്നെ കാലിൽ വെച്ചിട്ടല്ലേ? അത് കുറെ സമയം എടുക്കുന്ന ഒരു കാര്യമാണ്. ആനക്കറിയാം. നിങ്ങൾ പക്ഷെ അങ്ങനെ പഠിച്ചു വരുന്ന ഒരു ആനയാണ് പണിയെടുക്കുന്നത്. അപ്പൊ എളുപ്പമുണ്ടല്ലേ? പഠിപ്പിക്കേണ്ട ആവശ്യം അങ്ങനെ വന്നിട്ടില്ല. ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷമാണെന്നുണ്ടെങ്കിലും ഇവിടെയുള്ള ആളുകളോട് അല്ലെ, ഇവിടെ ഇപ്പൊ ശ്രീജിത്തേട്ടന്റെ കയ്യിലാണ് ആന ഇരിക്കുന്നത്. ഇവിടെ ആൾക്കാരോടൊക്കെ എങ്ങനെയാണ് അയ്യപ്പൻ എങ്ങനെയാണ്? ഇവിടെ നമ്മളിവിടെ എല്ലാവരും ഓരോ ചോറ് കൊടുക്കുകയും പരിചയക്കുറവൊന്നുമില്ല അല്ലെ? 10 ദിവസം മതി ഇത് പരിചയപ്പെടാൻ. ആണോ? അത്രയും മതി ആൾക്ക് അറിയാൻ പറ്റും. പച്ചാനയല്ലേ? ചെറുപ്പമായതുകൊണ്ടാണോ അങ്ങനെ വരുന്നത്? അപ്പൊ ഈ നീരുകാലം ആളുടെ എങ്ങനെയാ? എത്ര നാളായിരിക്കും നീരുകാലം? നീരുകാലം 100 ദിവസത്തോളം നിൽക്കുവാന. 100 ദിവസം ഒലിക്കും അല്ലേ? അതുണ്ടോ? അങ്ങനെയുണ്ടോ? പ്രായം കുറഞ്ഞ ആനകൾ കൂടുതൽ സമയം ഒലിക്കുക അങ്ങനെയുണ്ടോ? അങ്ങനെയില്ല. ആനയുടെ ആരോഗ്യശേഷി അനുസരിച്ചാണ് ആനയ്ക്ക് ഒലിക്കുന്നത്. കൂടുതൽ ഒലിക്കുന്നത് നല്ലതെന്നാണോ? കൂടുതൽ ഒലിക്കുന്ന ഏറ്റവും നല്ലത്. ആരോഗ്യമുള്ള ആനയ്ക്ക് കൂടുതൽ ഒലിക്കും. ഇപ്പൊ സാധാരണ ആനകളൊക്കെ ഒരു 3 മാസം 4 മാസം അങ്ങനെയായിരിക്കും അല്ലെ സമയം വരുന്നത്? അപ്പൊ ആ സമയത്ത് എങ്ങനെ ചേട്ടനെടുത്ത് ചെല്ലാൻ പറ്റില്ലായിരിക്കുമല്ലോ അല്ലേ? പ്രദേശം കാണത്തില്ല. ആണോ? അപ്പൊ ചട്ടക്കാരനുള്ളപ്പോ ഒലിവ് കുറയും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. കണ്ടാലോ? ചട്ടക്കാരനുള്ളപ്പോ അങ്ങനെ എല്ലാം എടുത്ത് ആനയിട്ട് അടിക്കേ കാലും കയ്യെല്ലാം തൊലി കളയുന്നുണ്ടോ? നമ്മളിവിടെ നിന്ന് വൈകി മാറി നിൽക്കും. അപ്പൊ അത് നമ്മളെ കാണാതിരിക്കുകയാണ് ആനയുടെ ഇതിന് നല്ലത് അല്ലേ? ഇങ്ങോട്ട് വരുവല്ലേ ശ്രീധീകരണം ചെയ്യുന്നു ആ കാര്യം. അപ്പൊ അത്രയ്ക്ക് ദേഷ്യം ഉണ്ടായിരിക്കും അല്ലേ? പക്ഷെ അത് ആ ഒരു ഒലിവ് കഴിഞ്ഞു കഴിയുമ്പം പെട്ടെന്ന് അറിയോ ഇതെന്റെ ചട്ടക്കാരനായിരുന്നു ആണ്? അപ്പൊ പിന്നെ പ്രശ്നമില്ല, ആ ദേഷ്യം അങ്ങ് മാറുമോ? പിന്നെ പ്രശ്നമൊന്നുമില്ല. ഇത് മറ്റേ നീരുകാലത്ത് പട്ടയേറും അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടോ? കലാപരിപാടിയൊക്കെ ഉണ്ടോ? ആണല്ലേ? നല്ല ഏറായിരിക്കും ഏരിയയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലേ? അത് കുട്ടിയാനകൾക്കാണോ അത്? അതോ എനിക്ക് തോന്നുന്നു തെച്ചിക്കോട്ടുകാവ് ദേവിദാസൻ അങ്ങനെയുള്ള കുറെ ആനകൾ ഉണ്ടല്ലോ ഇങ്ങനെ ഏറുകാരുള്ളത്. അതിൽ വന്നൊരാളാണല്ലേ അയ്യപ്പൻ. ഇപ്പൊ കുറെ ആനകളിൽ കയറിയിട്ടുള്ളതില് ഏതെങ്കിലും ഒരു ആന കെയർ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ആന അങ്ങനെ തോന്നിയിട്ടില്ല? അങ്ങനെ വേണ്ടായിരുന്നു എന്നൊരിക്കലും തോന്നിയിട്ടില്ല? അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടില്ല അല്ലേ? അങ്ങനെയുള്ള ആന നമ്മൾ അഴിക്കുകയല്ലോ. അങ്ങനെ നോക്കുവോ നമ്മള്? ഉടമസ്ഥൻ നല്ലതാണ്, ഏതാനും നല്ലതാണ്. അങ്ങനെയുണ്ട്. നമുക്ക് അതിനുള്ളൊരു സ്വാതന്ത്ര്യം തരിക എന്നാണോ ഉദ്ദേശിച്ചത്? സ്വാതന്ത്ര്യം തരണം, തൊഴിൽ ചെയ്യുന്നതിനുള്ള ശമ്പളം വേണം. അതൊക്കെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഏതാനും നല്ല ആന. എന്തൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് അതിനുള്ള സപ്പോർട്ട് തരുവാണെന്നുണ്ടെങ്കിൽ അല്ലേ നമുക്ക് കഴിക്കാൻ പറ്റുമെന്ന്. അപ്പം അയ്യപ്പന്റെ 2ാം ചട്ടക്കാരനാണ് ബിജീഷ്. ഇവർ തന്നെ പറഞ്ഞു കറുപ്പായി എന്ന് തന്നെ പറയണം എന്നാലേ അറിയുള്ളൂ എന്ന്. ഞാൻ അങ്ങനെ ഇതായിട്ടുള്ള രീതിയിൽ പേരുകൾ പറയാറില്ല സാധാരണ, എന്നാലും ഞാൻ ഒരു പറഞ്ഞുകൊണ്ട് പറയാണ്. അപ്പൊ ചേട്ടൻ എത്ര നാളെ ആന കയറിയിട്ട്? ഞാൻ വന്നിട്ട് 2 മാസമായിരുന്നു. നിങ്ങൾ ഒരുമിച്ച് വന്നതാണ് അല്ലേ? നേരത്തെ ആനയിൽ ഉണ്ടായിരുന്നോ? നേരത്തെ ആനകളുണ്ടായിരുന്നു. ഏതാനയിലായിരുന്നു? ഞാൻ തേക്കുംതോട്ട അയ്യപ്പൻ എന്ന് പറഞ്ഞ ആന. ഇല്ല, ആന ചെരിഞ്ഞു. ഇപ്പം പിന്നെ അത് കഴിഞ്ഞിട്ടാണോ ഇതില്? അതോ അല്ല, അത് കഴിഞ്ഞ് ഉഷശ്രീ ആനയ്ക്കായിരുന്നു. ഏത് ശങ്കരൻകുട്ടിയുടെ കൂടെ ആയിരുന്നു. അത് കഴിഞ്ഞിപ്പോ ബീച്ചറിന്റെ കൂടെ വന്നതാണ്. ആശാൻ ആരായിരുന്നു? ആശാൻ കുറുപ്പച്ചൻ എന്ന് പറഞ്ഞ ആളാ, മാന്നാറുള്ള. അതെ, ശരി ശരി. അത്ര നാളായോ ആനയിൽ പണിയിലേക്ക് ഇറങ്ങിയിട്ട്? 13 വയസ്സ് കയറിയതാണ്. അയ്യപ്പൻ വന്നിട്ട് എങ്ങനെയുണ്ട്? അയ്യപ്പന് കുഴപ്പമില്ല. 2ാമൻ എന്നുള്ള രീതിയിൽ ഒരു കുഴപ്പമില്ല. ഒറ്റയ്ക്കാണെങ്കിൽ അഴിക്കാൻ പറ്റുമോ? അതോ അല്ല, ഒറ്റയ്ക്ക് അങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റത്തില്ല. ആള് വേണം, ഒരാള്. ഇത് 1ാമൻ തന്നെ വേണോ? അങ്ങനെയുള്ള കൂടെ കാണണം എപ്പോഴും. 1ാമൻ എപ്പോഴും കാണണം. നമുക്ക് ബാക്കി എന്ത് കാര്യങ്ങളും ചെയ്യാം, പക്ഷെ 1ാമന്റെ ഒരു സാന്നിധ്യം വേണം. ആളില്ലെങ്കിൽ പട്ടയൊക്കെ ഇട്ട് കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. ഇല്ല, അതൊന്നും കുഴപ്പമില്ല. ഞാൻ കുളിപ്പിക്കാം, തടി വൃത്തിയാക്കാം. അഴിച്ചോണ്ട് പോണെങ്കിൽ 1ാമനും കൂടെ വേണം. എങ്ങനെയാണ്? കുറുമ്പനാണ്, ഓട്ടക്കാരനാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണോ? കുറുമ്പനാണോ? നിങ്ങളോട് എങ്ങനെയാണ്? കുറുമ്പനാണ്, പക്ഷെ എന്നാലും നമുക്ക് കുഴപ്പമില്ല, കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവാം. അതെ, അല്ലാതെ അങ്ങനെ ഉള്ള വലിയ പ്രശ്നങ്ങൾ ഇതുവരെയായിട്ട് നമ്മുടെ അടുത്ത് ഇല്ല, കാണിച്ചിട്ടില്ല.
ഇപ്പൊ ഇവിടെ വന്ന് ഈ ഒരു ഏരിയയിൽ അതിൽ പുതിയ ആളാണല്ലോ അല്ലെ, അയ്യപ്പൻ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ലാത്ത ഒരാളാണല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ നാട്ടുകാർക്ക് ഇനി അയ്യപ്പന്റെയും അതുപോലെ തന്നെ ബിജുചേട്ടന്റെ ആയിട്ടുള്ള കുറെ പരിപാടികൾ കാണാം. ശരിക്കും എന്താ പറയാ, വഴക്കുള്ള ആനയാണെങ്കിലും എങ്ങനെയുള്ള ആനയാണെന്നുണ്ടെങ്കിലും അതൊരു ചട്ടക്കാരനെ അല്ലെ അയാളുടെ ഒരു കഴിവും കൂടെ അനുസരിച്ചിരിക്കും പല പരിപാടികളിലും നമ്മൾ കാണുന്നത്. അപ്പൊ ഇനി തുടർന്നും എനിക്ക് തോന്നുന്നു പല അമ്പലങ്ങളിലും നമ്മുടെ നാട്ടിലുള്ള അമ്പലങ്ങളിലൊക്കെ ഇവരുടെ ഒരു കൂട്ടുകെട്ട്, ഇവരുടെ എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടുകെട്ട് കാണാൻ പറ്റുമെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ അയ്യപ്പന്റെ മൂന്നാമനാണ്, ചേട്ടന്റെ പേരെങ്ങനെയാ? ബിജു. അയർക്കുന്നം ബിജു. ഒന്നാമനും മൂന്നാമനും ഒക്കെ ബിജു ആണ്. അയർക്കുന്ന അയ്യപ്പൻകുട്ടി കണ്ടിട്ടുണ്ടോ? ആണോ? അയർക്കുന്ന അയ്യപ്പൻകുട്ടി ഇഷ്ടമായിരുന്നോ? മോഴയാനയും കൊണ്ട് നടന്നാണ്. ഓ ശരി ശരി. അപ്പൊ എത്ര നാളെ ആനപ്പണി തുടങ്ങിയിട്ട്? ആനപ്പണി എനിക്ക് 11 വയസ്സുള്ളപ്പോൾ തുടങ്ങിയത്. ആണോ? ചേട്ടനാണ് ഇപ്പൊ പറഞ്ഞു മറ്റേ ഈ ആനയും അതിന്റെ അമ്മയാനയൊക്കെ കൊണ്ടുവന്നപ്പോ കണ്ടിട്ടുള്ളതാന്ന് പറഞ്ഞു. ആണോ? അത് ഇതിന്റെ അമ്മയാനയോ അതോ? ആണോ? അതിന്റെ പേരെന്തായിരുന്നു? അതിന്റെ പേര് ലക്ഷ്മിയാന എന്ന് പറഞ്ഞ ലക്ഷ്മിയാന. ചെറുപ്പത്തിൽ കൊണ്ടുവന്നോ? 30 വർഷമായി. അല്ല അന്ന് അയ്യപ്പൻ ചെറുതല്ലായിരുന്നോ? അയ്യപ്പൻ മല ഒഴിച്ച് വരുന്നത്. അയ്യോടാ, അന്നപ്പത്തെ അയ്യപ്പൻ എങ്ങനെയായിരുന്നു? അന്ന് അയ്യപ്പന് ചട്ടമൊന്നും അറിയത്തില്ല, ഇങ്ങനെ ചുമ്മാ ഓടി നടക്കുമായിരുന്നു. ഓടി നടന്നില്ല, കെട്ടി നിർത്തുക, ഭാഷയൊന്നും അറിയത്തില്ല. അങ്ങനെ അവിടെ കൊണ്ട് കൊടുക്കുന്നത്. അല്ല അമ്മയ്ക്ക് അന്ന് ഭാഷ അറിയായിരുന്നു ഇല്ലല്ലോ? അമ്മക്ക് എന്തെങ്കിലും അറിയും. അപ്പൊ നിങ്ങൾ എങ്ങനെയായിരുന്നു അതിനെ മാനേജ് ചെയ്തോണ്ടിരുന്നത്? ഇതിനെ പിന്നെ ഇവിടെ ഇവിടെ ഇങ്ങനെ അവര് ട്രെയിനിങ് ഒക്കെ പറഞ്ഞു തന്നു, വലിച്ച് വെയിലത്ത് നിർത്തണം. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ശാന്തരാൻ വെള്ളം കൊടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ആന നമ്മളോട് ഇണങ്ങിയെന്നൊക്കെ അവർ പറയും. അങ്ങനെ 3-4 ദിവസം നിർത്തണം. അങ്ങനെ കഴിയുമ്പോൾ ആന നമ്മളോട് കൂടും. അന്ന് അയ്യപ്പൻ എത്ര നാള് നിങ്ങൾ ആ കൂടെ ഉണ്ടായിരുന്നു? ഞാൻ 1.5 മാസം ഉണ്ടായിരുന്നു അവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ. അന്നത്തെ അയ്യപ്പന് ഓർമ്മയുണ്ടോ? അന്നത്തെ അയ്യപ്പനെ എനിക്ക് ഓർമ്മ ഈ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അയ്യപ്പനെ പിന്നെ കാണുന്നത്. ആണോ? അതിനുശേഷം ഇപ്പോഴാണ് കാണുന്നത്? ഓ, അതിന് ഇടയ്ക്കൊന്നും കണ്ടിട്ടില്ല. ആന ഓർക്കുന്നുണ്ടാവില്ലായിരിക്കും അല്ലേ? എത്ര ആന ഓർക്കുന്നില്ല, ആന മറന്നുപോയി കാണും. ഇതിന്റെ അമ്മയെ ഇവിടെ തമിഴ്നാട്ടിന് കൊണ്ടുപോയി അല്ലേ? ആള് വേറെയും പോയി. ഇതിനെ വേറെ സ്ഥലത്തോട്ട്. അങ്ങനെയൊക്കെ പോകുമ്പോ ആ സമയത്ത് ആനയ്ക്ക് ഭയങ്കര കുഞ്ഞായിരുന്നപ്പോ അതിന് ബുദ്ധിമുട്ടുണ്ടാവുമായിരുന്നോ? ഇതിനെ മാറ്റി നിർത്തത് ഭയങ്കര കാർച്ചയായിരുന്നു. ആണോ? അതൊരു 1.5 കിലോമീറ്റർ അകലെ നിന്നുണ്ടോ ഇത് കാറുമ്പോ അതും കയറും, തള്ളയും കയറും. അയ്യോ, അങ്ങനെ ഭയങ്കര സങ്കടമായിരുന്നു. ആണോ? പിന്നെ മാറി കഴിഞ്ഞ പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോ മറന്നുപോയി. പിന്നെ കുഴപ്പമില്ല. ആദ്യം ഒരു അല്ലേ, ആദ്യം ഒരു 10-15 ദിവസത്തിന്. അപ്പൊ നിങ്ങൾക്ക് ഒരു വിഷമാവത്തില്ല ഇങ്ങനെ കരയുന്ന കേൾക്കുമ്പോ? അതിന് അത് തള്ള കയറുന്ന കാർ ഭയങ്കര കാർച്ച കയറും. ഇതും കരയും. രാത്രിയിലോ കാർത്തേക്ക് അന്നേരം തമ്മിൽ കേൾക്കുള്ളൂ. ഓ ശരി ശരി, അങ്ങനെയായിരുന്നു അല്ലേ? നമ്മുടെ വീട്ടിലുണ്ടായ കരിമ്പ് ആദ്യമായിട്ടോ ഒരു ആനയ്ക്ക് കൊടുക്കുന്നത്. എന്ത് ഞാൻ വെട്ടിക്കൊണ്ട് വന്നതാണ്. അത് കഴിച്ചില്ലായിരുന്നു, അപ്പോൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. വായിൽ വേറെ ഇനി വേണോ? ഇനി ഇല്ല. അപ്പോൾ മാറാടി അയ്യപ്പൻ്റെയും ബിജുചേട്ടൻ്റെയും ഒരു ചെറിയ വീഡിയോ ആണ്. ഇവരുടെ ഈ കൂട്ടുകെട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ അയ്യപ്പൻ്റെ വിശേഷങ്ങൾ മാത്രമായിട്ട് ഇത് ഒതുക്കിയത്. അപ്പോൾ ഇനി ഈ കൂട്ടുകെട്ട് നല്ല രീതിയിൽ വരട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. താങ്ക്